ഹലോ മൈ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പോ കാണാൻ പോയതാണ്. വടകര എക്സ്പോയിലാണ് നമ്മൾ കാണാൻ പോയിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി വെള്ളച്ചാട്ടമെല്ലാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു കോഴി പോണ്ട് ഉണ്ടായിരുന്നു, മീനിൻ്റെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളാണ് കുറച്ച് ഫാമിലി ഫോട്ടോ എല്ലാം എടുത്തത്. ഓണപ്പൂവെല്ലാം ഉണ്ടായിരുന്നു. ഫാമിലി ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയ നല്ല സെറ്റ് സ്ഥലമാണത്. ഇത് നമ്മൾ കുറേ നടന്ന് 50 ഉറുപ്പ്യക്ക് ഇത് മുതലില്ല കേട്ടോ. പിന്നെ ഒരു കോഴിപ്പോണ്ട് കണ്ട്. പിന്നെ കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇവിടുന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത്. സെറ്റ് ഫോട്ടോസാണ്. ഫോട്ടോ എടുക്കാനാണെങ്കിൽ സെറ്റ് സ്ഥലമാണ് ഇതല്ലോ. അതിനുശേഷം നമ്മൾ പിന്നെയും കുറേ നടന്ന് പൂവെല്ലാം ഉണ്ട്. ഓണം അതെല്ലാം ആയതുകൊണ്ട് അന്ന് തോന്നുന്നു. പിന്നെ കോഴിപ്പോണ്ട് അതെല്ലാം ഉണ്ട്. അതിനുശേഷം നമ്മൾ പിന്നെ ഒരു കർട്ടൻ്റെ ഉള്ളിൽ കയറി. ഇതെത്ര കർട്ടനാന്ന് ഞാൻ എത്ര ഉണ്ട് നിങ്ങളൊന്ന് ഗസ് ചെയ്യും, കമൻറ്റ് ബോക്സിൽ ഇടും. പിന്നെ കുറേ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. എന്തെങ്കിലും വീഡിയോയിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഏതോ ഗുഹേൻ്റെ ഉള്ളിൽ പോലെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് നമ്മൾ കടലും തിന്നോണ്ട് ഉള്ളിൽ കയറിനോ ആടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് കയറിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സോഫ കട്ടിൽ അതെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ മാറ്റിക്കുക. കുറേ സോഫയും കട്ടിലെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം നമ്മളൊന്ന് തുറന്നെല്ലാം നോക്കി. എന്നിട്ട് നമ്മൾ പിന്നെയും അതിൻ്റെ ഉള്ളിലെല്ലാം കുറച്ചെല്ലാം നോക്കി നടന്ന് എന്താ സംസാരിക്കണ്ടേന്ന് തിരിയുന്നില്ല. അതിനുശേഷം നമ്മൾ കുറേ നടന്ന് ഇതേപോലത്തെ തുന്നലിൻ്റെ പീടിയുണ്ട്, മസാജിൻ്റെ സാധനത്തിൻ്റെ പീടിയുണ്ട്. പിന്നെ ഉമ്മാൻ്റോട് മാണോന്നെല്ലാം ചോദിച്ചിക്ക്. ഉമ്മാന്ന് മാണ്ടാന്ന് വീട്ടിലുണ്ടെന്ന് പറഞ്ഞിക്ക്. അതിൻ്റെ ശേഷം നമ്മൾ കുറേ നടന്ന് കുറേ ആൾക്കാരെല്ലാം ഉണ്ട്. നമ്മൾ അന്നേരം അങ്ങനെ ആൾക്കാരൊന്നും ചെയ്യാനും ഫോണിലെല്ലാം നോക്കിയാലും കുറേ ആൾക്കാരെല്ലാം കണ്ടിട്ടേനു. പക്ഷെ നമ്മൾ കുറേ ആടെല്ലാം നടന്ന് ഫുഡ് സ്പോട്ടിലെല്ലാം പോയി നടന്നുകൊണ്ട് നിൽക്കുന്നതാണ്. നമ്മൾ സാധനങ്ങൾ പണ്ടത്തെ മുട്ടായി അതെല്ലാം ടേസ്റ്റ് നോക്കി മാറ്റിക്കുക. അതിന് ശേഷം നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചിക്കുക. നോക്കി കള്ളു ഞാൻ വെറുതെ പറഞ്ഞതാണ്. അതിൻ്റെ ശേഷം നമ്മൾ നോക്കി കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ചെരുപ്പ് ഇടിയ ആടെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ വരുന്നതാണെങ്കിൽ വടകര മനാറിൻ്റെ എല്ലായിടത്താണ് ഈ പീഡിയ വരുന്ന എക്സ്പോ. അതിനുശേഷം നമ്മൾ നടന്ന് ഇത് ഓണത്തിൻ്റെ ലീവിന് ഞങ്ങളൊന്ന് വന്നതാണ്. ഇപ്പോൾ ഇത് ഓണാണെങ്കിൽ ചിലപ്പോൾ ഇത് 5 മാസം കഴിഞ്ഞാലാണ് ഇത് വരൂ. അതാണ് അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ ലേറ്റ് ആവും, നിങ്ങൾ ക്ഷമിക്കുക. ഏകദേശം നമ്മൾ കുറേ ടോയ്സ് പീഡിയ എല്ലാം കയറി മായിച്ചിക്കൊന്നു. ഇത് എന്തെല്ലാം കണ്ടിട്ട് ടോയ്സ് നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും. അതിന് ശേഷം നമ്മൾ നേരെ കറങ്ങി. അതിന് ശേഷം നമ്മൾ കുറേ പീഡിയലെല്ലാം ഉണ്ട്. ചീർപ്പ്, വാട്ടർ, അതിൻ്റെ ഫിൽറ്റർ, പിന്നെ വിത്തെല്ലാം വേണമെന്ന് വെച്ചിരിക്കുക. നമുക്ക് ഒന്നും ഉണ്ടാകുന്ന ചേട്ടാ നമ്മൾ വായിച്ച് വെച്ചിരിക്കുക. പിന്നെ നമ്മൾ കുറേ അങ്ങോട്ടെല്ലാം നോക്കി വെച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി കളിച്ച് ബോറടിക്കുന്നുണ്ട്. ഇവിടെ വെറുതെ കാണാൻ വന്നതാണ്, ഒന്നും വായിച്ചിക്കൊന്നും ഇല്ല. പിന്നെ കുറച്ച് ജ്യൂസ് അതെല്ലാം കുടിച്ചിക്ക് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്ക്. അതിനുശേഷം നമ്മൾ കുറേ നടന്ന്. അതിനുശേഷം നമ്മൾ പിന്നെയും കുറേ നടന്ന് പിന്നെ ഒരു ഐസ്ക്രീം പീടിയുണ്ട്. അത് ഐസ്ക്രീം പീടിയെന്ന് ഒരു ഐസ്ക്രീം മായ്ക്കുന്നിടക്ക് അപ്പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നു. പോയി നോക്കുന്നതിനുണ്ട് കുലുക്കി അടിക്കുന്നു. സെറ്റ് അടിക്കുന്നുണ്ട് മച്ചാന്മാർ. അത് സെറ്റാണ്, സമ്മതിക്കണമല്ല. അത് നമ്മൾ ഒരു സീറ്റിൽ പോയി അങ്ങ് ഇരുന്ന് എന്നിട്ട് നമ്മൾ ഐസ്ക്രീമിന് ഓർഡർ എനിക്ക്. ഇങ്ങനെ നമ്മൾ ഐസ്ക്രീം എത്തി. അത് തിന്ന് എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന തീരെ ഇഷ്ടമല്ല. അങ്ങനെ പെട്ടെന്ന് എത്തിക്ക് ഭാഗ്യത്തിന്. അങ്ങനെ കുറേ അടങ്ങ സ്പെൻഡ് ചെയ്ത് സംസാരിച്ച് കാണുന്നല്ലോ. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം തിന്ന്
അതുകൊണ്ട് ഇങ്ങനെ ഐസ്ക്രീം വീഡിയോ ഉണ്ട് ബായി പറഞ്ഞിട്ട് നമ്മൾ നേരെ പോയി അടുത്ത സ്ഥലത്തേക്ക്. അടുത്ത പുറത്തേക്കാണ്. അതിൻ്റെ മുമ്പ് നമുക്കൊരു സാധനം കുടിക്കാനുണ്ട്. പിന്നെ കുറച്ച് പീടിയും കൂടി ഉണ്ടായിരുന്നു. ഏട്ടന് തോന്നിക്ക് പൈസ ചെയ്യാന്ന് അതായിട്ട് നമ്മൾ പെട്ടെന്ന് ഓടിപ്പിച്ച് വിട്ടിട്ട് ഭാഗ്യത്തിന്. പിന്നെ ടോയ്സ് വീഡിയോ ഇതേപോലത്തെ വീഡിയോ എല്ലാം ഉണ്ട്. അവിടെ ആൾക്കാരൊന്നും കണ്ടെത്തിയ തിരക്കൊന്നുമില്ല ഭാഗ്യത്തിന്. നമ്മൾ പിന്നെയും കുറേ നടക്കാനുള്ളൂ. പിന്നെ കുറച്ച് കാണാനെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുലുക്കടിക്കുന്ന സ്ഥലത്ത് വന്ന് സെറ്റുമല്ലോ കുലുക്കടിക്കുന്നുണ്ട്. പോലെ പോക്കോൺ എല്ലാം ഉണ്ടായിരുന്നു. പോക്കോൺ കഴിഞ്ഞിക്ക് കുലിക്കാനിക്ക് കോളിഫ്ലവർ അതെല്ലാം ഉണ്ടായിരുന്നു. നമ്മളിപ്പം കോളിഫ്ലവറാണ് കഴിക്കാൻ പോകുന്നത്. കോളിഫ്ലവറിന് ഒരു വെയിറ്റ് എനിക്ക് നമ്മൾ ഓർഡർ ചെയ്നിക്ക് അത് നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന ഓലി ഇപ്പം തരാമെന്ന് പറഞ്ഞ്. അത് നമ്മൾ ഈ കറങ്ങുന്ന ചക്രെല്ലാം നോക്കി നിന്ന് ഏകദേശം ബായി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞിക്ക്. അത് ചൂടുള്ള സാധനം തന്നെ തന്നാൽ മതിയെന്ന് വിചാരിച്ചിക്ക്. പക്ഷേ തന്നെ ചൂട് ചെയ്യാനു നമ്മൾ കോളിഫ്ലവർ മാറ്റി സോസ് ഇടാനാണ് പറഞ്ഞത്. അത് കുറച്ച് സോസും എല്ലാം ഇട്ടിട്ട് അതിൻ്റെ ഒന്ന് ഒരു സാധനവും അങ്ങനെല്ലാം എടുത്ത് തിന്ന് മോനെ. ഇത് തിന്ന് അതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് പോയി. കുറേ നേരം തിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് പോയി. അത് കറങ്ങുന്ന ചക്രവും ഇതേപോലത്തെ എല്ലാം വലിയ അറ്റാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ എന്നാ പറയാനുള്ളൂ, പേടിയുണ്ടെങ്കിൽ ഇതിനെ കയറുന്നേ എൻ്റെ പോലെ. അതിനുശേഷം നമ്മൾ കുറേ നടന്ന് പിന്നെ കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. പരിചയമുള്ള ആരും ഇല്ല, അത്രേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ നേരെ പോയി. എവിടെ പോയി ഞാൻ വെറുതെ അറിഞ്ഞു എവിടെയും പോയി ഇവിടെ തന്നെ ഉള്ളത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ നിന്നെല്ലാം കുറേ നോക്കി. ഞാൻ വിചാരിച്ചു കുറേ ഉണ്ടാവും, അങ്ങോട്ടൊന്നും ഇനി ഇല്ല, ഇത്രയേ ഉള്ളൂ സംഭവം, കുറച്ചാകേ ഉള്ളൂ. പൈസ നഷ്ടമായി. അതിനുശേഷം നമ്മൾ കുറേ അവിടെ പാട്ടും കേട്ടുകൊണ്ട് ഇങ്ങനെ നിന്ന് ഇതാണ് സ്പീക്കർ, സെറ്റ് സ്പീക്കറാണ്. അത് നമ്മളിങ്ങനെ ബോറടിച്ച് നിൽക്കുന്നതിനുണ്ട്. അപ്പുറത്തൊന്നും ഒരു പരിപാടി അന്നേരം നമുക്ക് നോക്കി നോക്കാം. പോകുന്നതിനുണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം. അതിൻ്റെ മുമ്പ് നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് പോകുന്ന ഇടയ്ക്ക് ചോളമുണ്ട്. പിന്നെ ഈ വണ്ടി ഇങ്ങനെ കറങ്ങുന്ന സാധനമുണ്ട്. എൻ്റെ ടെസ്റ്റ് ചെയ്യാനാണ്. പിന്നെ ഇതിൻ്റെ അകത്താണ് നമ്മൾ പോകുന്നത്. ബോൾ വെച്ചിക്ക് പാട്ടറിയ അങ്ങനെ നമുക്ക് കിട്ടും. ഒന്നിന് 50 ഉറുപ്പ്യാണ്. അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് ഡീലാക്കി. എന്നിട്ട് നമ്മൾ ഒരാൾ ആക്കുന്നുണ്ടേനും നല്ല നോക്കി നിന്ന്. എന്നിട്ട് നമ്മളാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബോൾ എറിയുന്നുണ്ട്. അങ്ങനെ ബിസ്മിയും കൂട്ടി എറിയുന്നതാണ്. ഒന്ന് മാത്രം വീഴ്ത്ത് ഭാഗ്യത്തിന്, രണ്ടെണ്ണം വീഴ്ത്തിയ. എന്നിട്ട് നമ്മൾ കുറേ പിന്നെ നടന്ന് വിഷമം തീർക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. അത് പിന്നെ അവിടെ കുറച്ച് നേരം എല്ലാം നിന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന്. എന്നിട്ട് നമ്മൾ പിന്നെയും ബൂസ്റ്റ് ഉലുക്കി കുടിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ബൂസ്റ്റ് ഉലുക്കി കുടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നോണ്ട് നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് പോയി അവിടെ സ്റ്റക്കായി നിന്ന് നമ്മളെ വിളിക്കാൻ പോയി. എന്നിട്ട് നമ്മൾ ബൂസ്റ്റ് ഉലുക്കിക്ക് പറഞ്ഞിക്ക് ചേട്ടൻ നല്ല സെറ്റ് വരെ അടിയാന്ന് തന്നെ പറഞ്ഞിക്ക്. പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ പലകയെല്ലാം വെച്ചിക്ക് സാധനങ്ങൾ. അങ്ങനെ ഒരു പാലോ അതെല്ലാം എടുത്തത് നല്ലോണം സെറ്റ് പോലെ അതിൽ ഇതെല്ലാം ഇതെല്ലാം ഉണ്ട് എനക്കറിയില്ല. അത് പാലെല്ലാം ഒഴിച്ച് അത് പാല് ഒഴിച്ച പോലെയാന്ന് പറഞ്ഞേനോ ഏട്ടന് ബയ്യ സ്പീഡിലാക്കി. എനക്ക്
ഇന്നത്തെ സ്പീഡിലാക്കി പാലെടുക്കാൻ പോകുന്നതാണ്. ഇതാണ് മക്കളെ, ഇതാണ് നേരത്തെ വിചാരിച്ചതിൻ്റെ കുറച്ചുണ്ട്. ഇന്നത്തെ ഒറ്റ കുളിക്കൽ. ഈ ഗ്ലാസ് പൊട്ടാണ്ടെന്ന ഭാഗ്യമോ അല്ലെങ്കിൽ പൈസ ഒന്നും കൊടുക്കണ്ട. പൊട്ടി നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ കുളിക്കടിച്ച തോലി കുറേ നേരം കുളിക്കടിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഒന്ന് പൈസ നന്നി തോലി എടുത്തിട്ട് 50 റുപ്യ തിരിച്ചെന്ന് ഇത് നമ്മൾ ബിസ്മിയും കൂട്ടിക്ക് ഒറ്റ വയലുള്ളിലാക്കി. എന്നിട്ട് നമ്മൾ അത് ബൂസ്റ്റോലിക്ക് കുടിച്ചിക്ക് അത് മേശമിലങ്ങ് ഒറ്റ വെക്കൽ ഇങ്ങനെ വെച്ച് എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് വിട്ട് ഈ യന്ത്രമെല്ലാം ഒന്നും കൂടി നോക്കി നേരെ പുറത്തേക്ക് വിട്ട് എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ഫുഡ് കഴിക്കാൻ പോകുന്നത് നെമ്മിയിലാണ്, വടകര നെമ്മി.